ഹായ് ഹലോ. എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് 5 മണിക്കാണ് കേട്ടോ. രാവിലെ 5 മണിക്ക് എണീറ്റാൽ ആദ്യം തന്നെ തൈറോക്സിൻ ടാബ്ലറ്റ് കഴിക്കും. പിന്നെ നമ്മൾ മോർണിംഗ് വാക്കിങ്ങിന് പോവുകയാണ് ചെയ്യുക. എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവുന്നത് രേഷ്മയാണ്. രേഷ്മ കൂടാതെ ചില ദിവസങ്ങളിൽ രേഷ്മയുടെ ഹസ്ബൻഡും എൻ്റെ അനിയനും കൂടി ഉണ്ടാവാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ പുറത്തുനിന്നൊരു ചായ കുടിക്കാറുണ്ട്. അതും വല്ലാത്തൊരു വൈബാണ്. ചായ കുടിക്കുന്ന ദിവസം നമ്മൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമുള്ള ചായ സ്കിപ്പ് ചെയ്യാണ് പതിവ്. പിന്നെ നമ്മൾ ആ മരങ്ങളും പുഴയും മഞ്ഞും ഉദയമൊക്കെ കണ്ട് ചില ദിവസങ്ങൾ അതൊക്കെ ആസ്വദിച്ചിട്ടാണ് തിരിച്ചു വരിക. അപ്പോഴേക്കും നമ്മുടെ മൈൻഡൊക്കെ അങ്ങനെ റിച്ച് ആയിട്ടുണ്ടാവും. ആ ഒരു ദിവസത്തേക്കായിട്ടുള്ള ഫുൾ എനർജി നമ്മളിൽ ഫില്ലായ പോലെ നമുക്ക് ഫീലാവും. മിക്കവാറും ദിവസം നമ്മൾ നടക്കാൻ പോകും. അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമേ ഈ നടത്തം സ്കിപ്പ് ചെയ്യാറുള്ളൂ. വന്ന ഉടനെ തന്നെ പിന്നെ ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. മോളിന് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ഒരു ചെറിയ കുക്കറിൽ കുറച്ച് അരിയിട്ട് നമ്മൾ ചോറുണ്ടെന്നാക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഇന്നുണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. അപ്പോൾ റവ റോസ്റ്റഡ് ആണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ വറുത്തിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോഴേക്കും കുഞ്ഞപ്പൻ എനിക്ക് വന്ന് അവൻ്റെ തോട്ടത്തിലെ ചെടികളൊക്കെ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ നനയ്ക്കുകയാണെങ്കിൽ ഞാനും കൂടെ പോയിട്ട് നോക്കാറുണ്ട്. അതിൽ വല്ല പുഴുവോ പ്രാണികളൊക്കെ വന്ന് അത് കേടാക്കുന്നുണ്ടോ എന്ന് ഞാനും കൂടെ പോയി നോക്കാറുണ്ട്. ഒരു പുതിയ പൂവുണ്ടാകുമ്പോഴും കായ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കതൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് ഞാനും കൂടെ ഈ പച്ചക്കറിത്തോട്ടമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പുമാവിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ പീൽ ചെയ്ത് വെച്ചു, കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങി. മക്കൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപ്പുമാവാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. മക്കൾ മിക്കവാറും അത് കഴിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പുമാവ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും സവാളയും വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് കൂടെ ചേർക്കുന്നത് അതെങ്കിലും അതിൻ്റെ ഗുണമൊക്കെ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു വെജിറ്റബിൾ മിക്സ്ഡ് ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഉപ്പുമാവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പം നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഉണ്ട്. അവനിപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് തരാനോ ക്യാരറ്റിൻ്റെ ബാക്കിയൊന്നൊക്കെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവൻ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത് നമുക്കൊരു ഇഷ്ടമാണല്ലോ. മക്കൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇത്ര വലുതായി കഴിയുമ്പോൾ കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ നമുക്ക് അത്ര രസമൊന്നുമില്ല. ഇത്ര വലുതായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ മക്കളടുത്ത് നിൽക്കുന്നത് നമുക്കൊരു സന്തോഷമാണല്ലേ. അപ്പോൾ ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇനി മക്കളെ കഴിപ്പിക്കേണ്ടതാണ് ടാസ്ക്. മോളും ദേവട്ടൻ ട്യൂഷന് പോയി. മോളും ആണെങ്കിൽ എനിട്ടിട്ടില്ല. കുഞ്ഞപ്പന് ഞാൻ വാരി കൊടുത്തു. അപ്പോൾ അവൻ കഴിച്ചത് തന്നെ. ഉപ്പുമാവായതുകൊണ്ട് തനിയെ കഴിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ അവന് വാരി കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വാരി കൊടുത്തപ്പോൾ അവൻ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ദേവട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും മോളും എണീറ്റു. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ദേവട്ടന് കട്ടൻ ചായയും മോൾക്ക് പാൽ ചായയാണ് കേട്ടോ കൊടുക്കുന്നത്. അവൻ കട്ടൻ ചായ ഫാനാണ്. ഒരു ചായയും കുടിക്കാത്ത കുട്ടിയായിരുന്നു. ഞാൻ രാവിലെ തന്നെ അവനെ എണീക്കുമ്പോൾ ഒരു അലർജി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം കൊടുക്കുന്നതിന് പകരം ലൈറ്റായിട്ട് കട്ടൻ ചായ കൊടുത്ത് അവൻ അങ്ങോട്ട് ശീലാക്കിയപ്പോൾ ഇപ്പോൾ കട്ടൻ ചായ അവന് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് ഉപ്പുമാവ് കഴിക്കാനോ കുറച്ചുകൂടെ പഞ്ചസാര വേണോ അത് കഴിക്കാമെന്നപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറേ തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വയ്ക്കാൻ തുടങ്ങി. കുഞ്ഞപ്പൻ പണ്ട പുറകിൽ നിന്നിട്ട് അവൻ്റെ ഒരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. രാത്രിയിൽ സമയം കിട്ടില്ല. ഒരുപാട് തുണികളുണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേവട്ടൻ അപ്പോഴേക്കും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് അവൻ സോക്സൊക്കെ ഇട്ടിട്ടാണ് പോണത്. PT ഉള്ള ദിവസം അവൻ സോക്സൊക്കെ ഇട്ടിട്ട് പോവും. കാരണം മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് സോക്സ് ഇട്ടിട്ടാണ് പോവുക. പിന്നെ ചേട്ടായി അപ്പോഴേക്കും എനിക്ക് വന്നു. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. ചേട്ടായിക്ക് നല്ല കടുപ്പുള്ള കട്ടൻ ചായ ആട്ടോ ഉണ്ടാക്കി കൊടുക്കുക. മോന് ഭയങ്കര ലൈറ്റായിട്ടുള്ള കട്ടൻ ചായയും. അവനപ്പോഴേക്കും പോകാൻ റെഡിയായി. അവൻ്റെ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവൻ സൈക്കിളിലാണ് പോവുക. ചേട്ടായും പോയി കടയിലേക്ക്. പിന്നെ നമ്മുടെ മോൾക്കാണ് ഫുഡ് കൊണ്ട് കൊടുത്തയക്കണം. അവൾക്ക് ലഞ്ചും വേണം, ടിഫിനും വേണം, വെള്ളമൊക്കെ കൊടുത്തയക്കണം. ആൺകുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. ഒരു പ്ലേറ്റ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ തുന്തുവിൻ്റെ മുടി കെട്ടലാണ് നമുക്കൊരു ടാസ്ക്. അവൾ ഓരോ ദിവസം ഓരോ മൂഡിലായിരിക്കും. ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈൽ പറയും. അത് കെട്ടിക്കൊടുക്കണം. ചിലപ്പോൾ അവൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ അവൾ തമ്മിൽ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാക്കും ഈ മുടി കെട്ടണ സമയത്ത്. പിന്നെ അവൾ മുടിയൊക്കെ ചെട തീർക്കുന്ന സമയം കൊണ്ട് ഞാൻ പുറകുവശത്ത് പോയി മുറ്റടിക്കാൻ തുടങ്ങി. കണ്ടോ, പുറകിൽ കാണുന്നതാണ് നമ്മുടെ പടവലം. കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരുപാട് പൂക്കളുണ്ടാവുന്നുണ്ട്. കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഞാൻ തൊട്ട് തലോടിയൊക്കെ ഒന്ന് നോക്കി. എല്ലാ ദിവസവും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ നാശമായിട്ട് പോകില്ല. ഒരു ദിവസം നമ്മൾ കണ്ണെത്തിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വന്നിട്ടുണ്ടാവും. പിന്നെ വന്ന് മോളുടെ മുടി കെട്ടാൻ തുടങ്ങി. ഇന്ന് നല്ല കുട്ടിയായിട്ടൊക്കെ നോക്കിയിരിക്കേണ്ട, ക്യാമറയിലേക്കൊക്കെ നോക്കി ചിരിച്ച് നല്ല മൂഡിലാണ് കേട്ടോ മക്കളെല്ലാവരും. പുറകിൽ കുഞ്ഞപ്പം നിന്നിട്ട് കരയാണ് കേട്ടോ. അവന് കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന്. എന്താണെന്നറിയോ, അവനെ അസംബ്ലിക്ക് മുന്നേ സ്കൂളിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ച് സമയം കല്ല് കളിക്കരുത്. ഒരു കല്ലുകളി ഭ്രാന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കല്ല് കളിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് സ്കൂളിൽ ചെന്നിട്ട് കല്ല് കളിക്കാനായിരുന്നു അവൻ്റെ പ്ലാനൊക്കെ. അപ്പോൾ നേരം വൈകിയത് മോള് കുളിക്കാൻ നേരം വൈകിയതുകൊണ്ട് എന്തായാലും സ്കൂളിലേക്ക് എത്തുമ്പോൾ നേരം വൈകിയത് അവന് മനസ്സിലായി. അപ്പോൾ പുറകിൽ നിന്ന് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ.
പിന്നെ നമ്മൾ മോളിനൊരു പൊട്ട് ഇട്ട് കൊടുത്തു. ഇത് ദേവൂട്ടൻ താലപ്പൊലിക്ക് വാങ്ങിക്കൊണ്ടുവന്ന പൊട്ടാണ്. അവൻ എപ്പോഴത്തെ ഉത്സവത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ അനിയത്തിക്കും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പൊട്ടോ നെയിൽ പോളിഷൊക്കെ വാങ്ങിക്കൊണ്ടുവരും. കണ്ടോ ഇങ്ങനെ കളർ പൊട്ട് നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യാറില്ലേ? എല്ലാ കളറിനും മാച്ചായിട്ടുള്ള എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള പൊട്ടുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ മോൾ ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്തു. അത് ഞാൻ അവൾക്ക് തൊട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവളും റെഡിയായി കഴിഞ്ഞു. ബാഗൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സ്കൂളിലേക്ക് വിടണം. കുറച്ചുകൂടെ നടന്ന് പോകണം അവർക്ക്. നമ്മുടെ കട എത്തുന്നത് വരെ അവർ നടന്നാണ് പോവുക. കണ്ടോ നമ്മുടെ മൾബറിയിൽ നിറയെ പഴങ്ങളുണ്ടായിട്ടുണ്ട്. ചുവപ്പും കറുപ്പൊക്കെ ആയിട്ട് ഒരുപാട് പഴങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ അവർക്ക് പൊട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ഒരു ചെറിയ വഴി കൂടെ പോയിട്ട് വേണം നമ്മളെ കടയുടെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് ചേട്ടായിയാണ് അവരെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കുക. എല്ലാ ദിവസവും വരുമ്പോൾ അവർ വണ്ടിയിൽ തിരിച്ചു വരും. മോൾ തുള്ളിച്ചാടി നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. കുഞ്ഞപ്പനാണെങ്കിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. അതിന് പോണ വഴിക്ക് ടാറ്റൊക്കെ തന്നിട്ടാണ് അവൻ പോയത്. അപ്പോൾ അവർ പോയി. ഇനി അടുത്ത പണികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. ഞാൻ ആ മുജീനോടും കവിത ചേച്ചിയോടൊക്കെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അവർ കടയിൽ അടക്കുകയും ഒതുക്കുകയും പറക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു. വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള പാല് ഞാൻ തിളപ്പിച്ച് വെച്ചു മക്കൾക്ക് 4 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാഷിംഗ് മെഷീനിലുണ്ടായിരുന്ന തുണികളൊക്കെ എടുത്ത് വെച്ചു, ബക്കറ്റിലാക്കി വെച്ചു. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഡ്രസ്സ് കഴുകാനുണ്ട്. തുണികളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗമൊക്കെ അടിച്ചിടാൻ വേണ്ടിയിട്ട് പോയി. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പാടം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അതും പ്രത്യേകിച്ചും ഈ മഞ്ഞുള്ള സമയത്ത് ഭയങ്കര ഭംഗിയാണ് പുറത്തേക്ക് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇരുമ്പാമ്പുളി മരം കണ്ടു, ഒരുപാട് കായ്കളാണ് പിടിച്ചിരിക്കുന്നത്. ഇത്രയും ഉണ്ടാവാറില്ല. ഒരുപാട് കായകൾ അടിതൊട്ട് മുടി വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് വെച്ച് നമ്മുടെ അമ്മ ഒരു കറി ഉണ്ടാക്കാറുണ്ട്, വറുത്തരച്ചിട്ട് ഇരുമ്പാമ്പുളി വറുത്തരച്ചൊരു കറി. നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ കല്യാണം കഴിഞ്ഞത് പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, വറുത്തരച്ചിട്ടുള്ളൊരു കറി. അത് മാത്രമേ നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ ഇരുമ്പാമ്പുളി മരം. കുറേ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. പക്ഷെ ഇത്രയേ ഉള്ളൂ മരം. എപ്പോഴും കായ ഉണ്ടാവും, എല്ലാ സീസണിലും കായ ഉണ്ടാവും. ഇത്ര അധികം ഉണ്ടാവാറില്ല. ഇത്തവണയാണ് ഇത്ര അധികം ഉണ്ടായിട്ടുള്ളത്. കണ്ടോ നമ്മുടെ പച്ച പാടം കണ്ടോ, നെല്ലാണ് മുളച്ചിക്കണത്. റൂം അടിച്ച് വരാൻ വന്നപ്പോഴത്തേന് അവിടെ ഒരു ലോകമാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. മക്കൾ പോയതിൻ്റെ അടയാളമാണ്. ഞാൻ അതൊക്കെ അടക്കി പറക്കി ഒതുക്കി വെച്ചു. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ചീര ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയും പരിപ്പും രസവും ഉണ്ടാക്കാനാണ് പ്ലാന്. അതിലേക്കുള്ള നാളികേരമൊക്കെ റെഡിയാക്കി വെച്ചു. പരിപ്പ് വേവിച്ചു. ആ പരിപ്പിൻ്റെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ തുണിയൊക്കെ ബക്കറ്റിലെടുത്ത് വെച്ച് തുണികളൊക്കെ കൊണ്ടുപോയിട്ട് അഴയിലിട്ടു. നല്ല വെയിലാണല്ലേ. ഇപ്പം എന്തൊരു പെട്ടെന്നാണ് വെയിലായത്. വെയിലിൻ്റെ ഒരു ചൂട് കെട്ടുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് തലവേദനിക്കുന്ന പോലെയാണ്. അപ്പോൾ എല്ലാ തുണികളും നമ്മൾ അഴയിലൊക്കെ ഇട്ടു. പിന്നെ ഒന്ന് കുളിച്ചാലോ എന്നുള്ളൊരു ആലോചന ഉണ്ടായി. അപ്പോഴത്തേനും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ചോറ് വെന്തിട്ടാവട്ടെ, ഊറ്റിയിട്ടാവട്ടെ കുളിക്കലെന്ന് കരുതി. ചോറ് വലിയ കലത്തിലാണ് നമ്മൾ വെക്കുക. കുറേ പേരുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നമ്മുടെ കടയിലത്തെ 1-2 പേരും ഉണ്ടാവും. പിന്നെ ആ ചേട്ടായി അപ്പോൾ കടയിൽ നിന്ന് ബ്രൊക്കോളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേടായതായിരുന്നു. പൂ വിടർന്ന് പോയി കസ്റ്റമർ മേടിക്കില്ല. അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പൂവൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് വേവിച്ചിട്ട് സാലഡ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോഴത്തേനും ഞാൻ പോയിട്ട് കുളിച്ചൊക്കെ വന്നു. ഭക്ഷണം കഴിക്കാറായി. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബ്രാല് കറി ഉണ്ട്, വരാലുണ്ടല്ലോ, നമ്മളിവിടെയൊക്കെ ബ്രാലെന്നാണ് പറയുക. ഈ വരാല് കറി ഇന്നലെ വെച്ചത് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് കഴിക്കാറില്ല. ഞാനും അമ്മയും ഈ ബ്രാലെന്ന് പറയുന്ന മീൻ കഴിക്കാറില്ല. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചേട്ടയായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എന്തൊരു വേഗാലേ സമയമൊക്കെ പോണത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ മക്കൾ വരാറാവും. അപ്പോൾ ഇത്തിരി സമയമൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു. അപ്പോഴേക്കും മക്കൾ വന്നു. ആദ്യം എത്തുന്നത് മോളാണ്. മോൾ അച്ഛനോട് കുറച്ച് സമയം കളിച്ചൊക്കെ ഇരുന്നു. അവൾ ചായ കഴിച്ചു. ചായയും ബിസ്ക്കറ്റാണ് അവൾ കഴിക്കുന്നത്. അവൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേവൂട്ടൻ വന്നു. ദേവൂട്ടനാണെങ്കിൽ ചായ ഉഴുന്നോടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവൻ്റെ പല പോസൊക്കെ കാട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞപ്പം വരിക. കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടായി പോയി കൊണ്ടുവരണം. അവനൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ചേട്ടായി പോയി കൊണ്ടുവരാണ് ചെയ്യുക. വന്നിട്ടുണ്ട്. അവൻ്റെ രാവിലത്തെ മൂഡ് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ഇന്നും കുറച്ച് ദേഷ്യം പിടിച്ചൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് മിണ്ടണമല്ലേ. കുറച്ച് സമയം അങ്ങനെ മോന്തം കയറ്റി പിടിച്ചൊക്കെ ഇരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. പിന്നെ അവനെവിടെയാണ് ഇരിക്കുന്നത്, അവിടെ കാണാൻ നമ്മുടെ പാണ്ടുപൂച്ചേനെയും ഉണ്ട്രോനെയും. അവർ രണ്ടുപേരും എപ്പോഴും ആരെങ്കിലുമൊക്കെ, ഈ പട്ടിയും പൂച്ചയൊക്കെ അവൻ്റെ ഫാൻസാണ്. എല്ലായിടത്തും കണ്ട പുറകിലിരുന്ന് നമ്മുടെ പൂച്ച. ഇനി പട്ടിക്കാണെങ്കിൽ അവന് ഉഴുന്നോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേവൂട്ടം കണ്ടോ, രാത്രി പഠിക്കാനിരിക്കണം. അവൻ്റെ തലയിൽ ഒരു തുമ്പി വന്നിരിക്കുന്നത്. അതാണ് ഈ അനങ്ങാതിരിക്കുന്നത്. കണ്ടോ, ഒരു തുമ്പി. പഠിക്കാനിരിക്കുന്ന ശ്രദ്ധ മുഴുവൻ ആ തുമ്പിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ സമയം അങ്ങനെ കളഞ്ഞു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങേണ്ട തിരക്കൊക്കെ ആയി. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കൊന്നുറങ്ങാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഞാനും ഉറങ്ങാൻ പോയി. ഓരോ പ്രതീക്ഷയാണല്ലേ, ഓരോ രാത്രിയും ഒരു പുലരി ഉണ്ടെന്ന പ്രതീക്ഷയാണ്. അപ്പം നാളെ ഒരു നല്ല നാളെയുണ്ടെന്ന പ്രതീക്ഷയോടെ ഞാനും സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ്. നിങ്ങൾക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.